Hi dear students, let's talk history. So നമ്മൾ ക്യാപിറ്റലിസം ആൻഡ് കൊളോണിയലിസത്തിൻ്റെ എക്സാം ഒക്കെ കഴിഞ്ഞു. നമുക്കിനി അടുത്ത എക്സാം ഏതാണ്? ജെൻഡർ ഇൻ ഇന്ത്യൻ പെർസ്പെക്റ്റീവ്സ് ആണ് അല്ലേ? ജെൻഡർ സ്റ്റഡീസ് അല്ലെങ്കിൽ ജെൻഡർ ഹിസ്റ്ററി എന്നൊക്കെ നമ്മൾ പറയാം. ഈ ജെൻഡറിൻ്റെ പേപ്പറിൽ നമുക്ക് കുറച്ചുകൂടെ കോൺഫിഡൻസ് ഉള്ളൊരു പേപ്പറാണെന്ന് പറയാം. ക്യാപിറ്റലിസം ആൻഡ് കൊളോണിയലിസത്തിൽ കുറച്ച് ടഫായിട്ടുള്ളവരുണ്ടായിരുന്നു, പ്രതീക്ഷിച്ച പോലെ എഴുതാൻ പറ്റാത്തവരുണ്ട്, നന്നായിട്ട് എഴുതാൻ പറ്റിയവരുണ്ട്. ആരും അത് കഴിഞ്ഞു പോയതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ട. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമുക്കിനി വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് അത് നമുക്ക് അടിപൊളിയാക്കാൻ നോക്കാം. അതാണ് നമ്മുടെ മെൻറ്റാലിറ്റി ഇരിക്കേണ്ടത്. എന്നാൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ, ലൈഫിലാണേലും കരിയറിലാണേലും എവിടെയാണേലും. ഓക്കെ, അപ്പം നമ്മൾ നോക്കുന്നത് എന്താണ്? ജെൻഡർ ഇൻ ഇന്ത്യൻ പെർസ്പെക്റ്റീവ്സിൽ അല്ലെങ്കിൽ ജെൻഡറിൽ ഇതിന് മുമ്പ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയായിരുന്നു, മുൻവർഷ ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്നൊന്നും നമുക്ക് നോക്കിയാലോ? എങ്കിലേ നമുക്കിത് അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റുള്ളൂ. ഇതെന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കാണാതെ പഠിക്കേണ്ട ആവശ്യങ്ങളില്ല. നമ്മുടെ പേഴ്സ്പെക്റ്റീവിൽ നിന്നുകൊണ്ട്, ഇന്ത്യൻ പേഴ്സ്പെക്റ്റീവിലെ ജെൻഡറിൻ്റെ അവസ്ഥ എന്തായിരുന്നുവെന്ന് വേദിക് കാലഘട്ടത്തിൽ തൊട്ട് ഇപ്പോഴല്ലേ മോഡേൺ പീരീഡ് വരെയുള്ള അവസ്ഥകൾ എന്തൊക്കെയാണ്, അതിനെക്കുറിച്ചാണ് ഇവിടെ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. കൂടുതലും നമ്മുടെ ഒപ്പീനിയൻസ് ചോദിച്ചിട്ടാണ് ഇവിടെ ആൻസർ ചെയ്യേണ്ടത്. അതുകൊണ്ട് നിങ്ങൾക്ക് വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഞാൻ ഒരു കാര്യം നേരിട്ടേ പറയാം, നമ്മൾ എക്സാമിന് ആൻസർ ചെയ്യുന്ന സമയത്ത് ഭയങ്കര ഫെമിനിസ്റ്റ് ചിന്താഗതിയോടെ അല്ലെങ്കിൽ പുരുഷ ചിന്താഗതിയോടെയൊക്കെ നമ്മൾ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആൻസർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഭയങ്കരമായിട്ട് ആരെയെങ്കിലും വിമർശിച്ച് അങ്ങനെ എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്ന ആൾക്കാരുണ്ടല്ലോ, വിജിലേറ്റേഴ്സ്, അവർ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെങ്കിൽ ഈ ടീച്ചേഴ്സ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ ചിലപ്പോൾ ഒരു ഹൈ ലെവലിലുള്ള ഫെമിനിസ്റ്റ് ആയിരിക്കും. ഈ ആണുങ്ങളെ സ്ത്രീത്വത്തെക്കുറിച്ച് വിരുദ്ധമായിട്ട് എഴുതിയിട്ടുള്ള കാര്യങ്ങൾ വായിക്കുന്നത് അവർക്ക് ഇഷ്ടപ്പെട്ടുകൊള്ളണമെന്നില്ല. അതുപോലെ തന്നെ ജെൻസ് അല്ലെങ്കിൽ ടീച്ചേഴ്സായിട്ടുള്ള ജെൻസ് ആയിരിക്കും ലേഡീസ് ചെയ്തിട്ടുള്ള ഫെമിനിസത്തെക്കുറിച്ച് വർണ്ണിച്ചുകൊണ്ട് എഴുതിയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുക. അപ്പം നിങ്ങൾക്ക് ആൻസർ ചെയ്യുമ്പോൾ അതിനുള്ള മാർക്ക് കിട്ടണമെന്നുള്ള പ്രതീക്ഷയോടെ വേണം നിങ്ങളുടെ മനസ്സിലുള്ളത് എല്ലാം എഴുതി പിടിപ്പിക്കരുത്. എഴുതുന്നതിന് കുഴപ്പമില്ല, ഒരു ബോർഡർ വെക്കുക, എല്ലാത്തിനും ഒരു ബോർഡർ വെച്ചിട്ട് വേണം എഴുതാനെന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പം നമുക്ക് ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻസ് എന്ന് ആസ് യൂഷ്വൽ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസിൽ എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ദെൻ ഷോർട്ട് എസ്സേ, ദെൻ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസിൽ കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന എസ്സേ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് എന്താണ്? ദ ജനറൽ അപ്രോച്ചസ് ടു സ്റ്റഡി ദ വുമൺസ് ഹിസ്റ്ററി വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾസ്. എന്താണ് വുമൺസ് ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ജനറൽ അപ്രോച്ചസ് ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിന് സ്യൂട്ടബിൾ എക്സാമ്പിൾ സഹിതം നമ്മൾ വിവരിക്കണം. ദ മേജർ ചലഞ്ചസ് ഫേസ്ഡ് ബൈ വർക്കിംഗ് വുമൺ ഇൻ ടുഡേയ്സ് വേൾഡ് വിത്ത് സ്പെഷ്യൽ റെഫറൻസ് ടു ഇന്ത്യ. ഇവിടെയാണ് നമുക്ക് എഴുതി പഠിപ്പിക്കാൻ പറ്റുന്നത് അല്ലേ? ലേഡീസിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയാൻ സാധിക്കും, എന്താ, ചെറുപ്പകാലത്തിൽ ചെറിയ കുട്ടികളായിരുന്നപ്പോൾ നമ്മളോട് പറയായിരുന്നു, നന്നായിട്ട് പഠിച്ചോ, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരുത്തൻ്റെ വീട്ടിലെ അടുക്കളയിൽ പോയിട്ട് അടുക്കളയിലെ കരി കൊണ്ട് ജീവിക്കാമെന്ന് പറയുമായിരുന്നു. അപ്പം നന്നായിട്ട് പഠിക്കുകയൊക്കെ ചെയ്തു, ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞ് ഭൂരിഭാഗം സ്ത്രീകളുടെ നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും ഊന്നി പറയേണ്ടത് എന്താണ്? ഇന്ത്യ മാത്രമേ ഇവിടുന്ന് അങ്ങ് കരകയറി പോവാത്തുള്ളൂ. ഇന്ത്യയിലുള്ള ആൾക്കാർ പുറത്തോട്ട് പോയി ഫോറിൻ കൺട്രീസിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അവർ മാറ്റം വരും, അവിടുത്തെ ആണുങ്ങൾക്ക് മാറ്റം പറയും. പക്ഷേ ഇന്ത്യയിൽ ജീവിക്കുമ്പോൾ എന്താണെന്നറിയത്തില്ല, അവർക്ക് മാറാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതുപോലെ തോന്നുന്നു. ഞാൻ എൻ്റെ അഭിപ്രായമാണ് കേട്ടോ പറയുന്നത്, എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല. ഭൂരിഭാഗം ഇപ്പോഴത്തെ ജനറേഷൻ ഒരുപാട് ജെൻസ് മാറി ചിന്തിക്കുന്നവരുണ്ട്. ഓക്കെ, അവിടെ എന്താ പ്രശ്നം വരിക? നമ്മളോട് പറയുമായിരുന്നു, എന്താണെന്നാ പറഞ്ഞോണ്ടിരുന്നേ, അടുക്കളയിൽ കരി കൊണ്ട് ജീവിക്കുക. ഇപ്പോഴത്തെ അവസ്ഥ എന്താ? നന്നായിട്ട് പഠിച്ചു, ജോലിയൊക്കെ മേടിച്ചു, എന്നാൽ എന്താ, വീട്ടിലെ അടുക്കളയിലെ കരിയും കൊള്ളണം, അത് കഴിഞ്ഞിട്ട് പുറത്തും പോയി ജോലി ചെയ്യണം. ഇതറിയാമായിരുന്നെങ്കിൽ ആരെങ്കിലും പഠിക്കുമായിരുന്നോ എന്ന് ചോദിക്കുന്നവരുണ്ട്, മനസ്സിൽ ചിന്തിക്കുന്നവരുണ്ട് അല്ലേ? അങ്ങനെയൊന്നുമില്ല. എല്ലാവരും ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോവുകയാണെങ്കിൽ ലൈഫൊക്കെ വളരെ ഈസി ആയിരിക്കും. ദെൻ പൊസിഷൻ ഓഫ് വുമൺ ഇൻ ഏർലി വേദിക് ആൻഡ് ലേറ്റർ വേദിക് പീരീഡ്. ഏർലി വേദിക് ആൻഡ് ലേറ്റർ വേദിക് പീരീഡിലെ സ്ത്രീകളുടെ അവസ്ഥ എന്തായിരുന്നു, സ്ത്രീകളുടെ പൊസിഷൻ എന്തായിരുന്നു? നമ്മൾ സെക്കൻഡ് ഇയറിലും ഫസ്റ്റ് ഇയറിലും തേർഡ് ഇയറിലും 5th സെം വരെ പഠിച്ച കാര്യങ്ങളാണ്. അത് നമുക്ക് ഓർത്ത് കണക്ട് ചെയ്ത് എഴുതിയാൽ മതി. ദ ഇഷ്യൂസ് ഫേസ്ഡ് ബൈ ട്രാൻസ്ജെൻഡർ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ട്രാൻസ്ജെൻഡേഴ്സ് നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? അത് അവർ തന്നെ സോഷ്യൽ മീഡിയാസിലൂടെയൊക്കെ ഒരുപാട് പറയുന്നുണ്ട്. അവർ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അവരുടെ ഇൻ്റർവ്യൂസൊക്കെ. ഈ ഒരു സമയത്ത് പോയി ഇൻ്റർവ്യൂ കാണാൻ നിൽക്കണ്ട, അത് ഇനി നമ്മുടെ സമയം കളയത്തേ ഉള്ളൂ. ഓക്കെ, ദെൻ വേരിയസ് ഫോംസ് ഓഫ് ജെൻഡർ ഇനീക്വാലിറ്റി ഫേസ്ഡ് ബൈ വുമൺ ഇൻ പ്രസൻറ്റ് ഇന്ത്യൻ സിനറിയോ. ഇപ്പോഴത്തെ ഇന്ത്യൻ സിറ്റുവേഷനിൽ സ്ത്രീകൾ ജെൻഡർ ഇനീക്വാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നേരിടുന്ന പ്രശ്നങ്ങൾ, മെയിനായിട്ടുള്ള പ്രശ്നം എന്താ? വീടുകളിൽ തന്നെയാണ് പ്രശ്നം. വീട്ടിലുള്ള ആൾക്കാർ
നന്നായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലോകം തന്നെ നന്നാവും എന്നാണ് പറയുക. അതായത് ജെൻഡർ ഇൻഈക്വാലിറ്റി എത്രത്തോളമൊക്കെ ഇല്ല എന്ന് പറഞ്ഞാലും നമ്മുടെ ഈ ഒരു ചില കേസുകളൊക്കെ വരുമ്പോൾ രാത്രിയിൽ പുറത്തിറങ്ങാൻ പാടില്ല, എന്നാ നീ അങ്ങ് ചെല്ലും 9 മണിയാകുമ്പോൾ ഇറങ്ങിപ്പോക്കോ, നീ പോയി സാധനമൊക്കെ മേടിച്ചിട്ടാ, അങ്ങനെയല്ല. രാത്രിയിൽ പുറത്തിറങ്ങുന്നത് എന്തോ വലിയ കുറ്റമാണ്, അല്ലെങ്കിൽ എന്താ സ്ത്രീകൾ ജോലിക്ക് പോകുന്നത് തെറ്റാണെന്ന് വിശ്വസിക്കുന്ന ഇന്ത്യയിലെ ആൾക്കാരുണ്ട്. ഇന്ത്യയിലെ പാരൻസും അതുപോലെ തന്നെ ഇൻലോസും ഒക്കെ ഉണ്ട്. അങ്ങനെ വിശ്വസിക്കുന്ന ഒരു പറ്റം ആൾക്കാർ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ജീവിച്ചിരിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പറയാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ടല്ലേ. ഞാൻ ഇല്ല, ഒരുപാടൊന്നും പറയുന്നില്ല. ഓക്കെ, ഇത്രയുമാണ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നിരിക്കുന്ന എസ് എ ക്വസ്റ്റ്യൻസ്. ഈ ഒരു മോഡലിലായിരിക്കും എസ് എ ക്വസ്റ്റ്യൻസ് വരിക. ഇതിനെ ബേസ് ചെയ്തിട്ട് വേണം നിങ്ങൾ പഠിക്കുവാൻ. ഓക്കെ, അതുപോലെ തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഹിസ്റ്റോറിയോഗ്രാഫിയിൽ ഇന്ത്യൻ വുമൻസിന്റെ റെപ്രസെൻറ്റേഷനെ അസസ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ദെൻ എന്താണ്, ഇതൊക്കെയാണ് മെയിനായിട്ട് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ്. അടുത്ത് നോക്കുമ്പോൾ ഷോർട്ട് എസ്സേയിലേക്ക് നോക്കുമ്പോൾ പൊസിഷൻ ഓഫ് വുമൺ ഇൻ ലേറ്റർ വേദിക് പീരീഡ്, നമ്മൾ നേരത്തെ കണ്ടിരുന്നു. ലേറ്റർ വേദിക്കിലെയും വേദിക് പീരീഡിലെയും പൊസിഷനെ, സ്ത്രീകളുടെ പൊസിഷനെ കുറിച്ചിട്ട് ചോദിച്ചത്. അത് സെയിം ക്വസ്റ്റ്യൻ തന്നെ ഇവിടെ വന്നിട്ടുണ്ട്, ഷോർട്ട് എസ്സേയിലും വന്നിട്ടുണ്ട്. പൊസിഷൻ ഓഫ് വുമൺ ഇൻ ലേറ്റർ വേദിക് പീരീഡ്. ദെൻ മരുമക്കത്തായം സിസ്റ്റം എക്സിസ്റ്റഡ് ഇൻ കേരള. ഇത് 2 വർഷം ഈ ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യനാണ്. മരുമക്കത്തായം സിസ്റ്റം എക്സിസ്റ്റഡ് ഇൻ കേരള. അപ്പം എന്താണ് മരുമക്കത്തായം, കേരളത്തിൽ ഈ എക്സിസ്റ്റ് ചെയ്തിരുന്ന മരുമക്കത്തായ സമ്പ്രദായം എന്തായിരുന്നു എന്നുള്ളത് ഒന്ന് പഠിച്ചു വെക്കാന്നല്ല, വായിച്ചിരിക്കുക, എന്നാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ദെൻ ഇമ്പോർട്ടൻസ് ഓഫ് ജെൻഡർ ഹിസ്റ്ററി, റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സെയിം ഇമ്പോർട്ടൻസ് ഓഫ് ജെൻഡർ ഹിസ്റ്ററി, ജെൻഡർ ഹിസ്റ്ററിയുടെ പ്രത്യേകതകൾ, ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്. സിഗ്നിഫിക്കൻസ് ഓഫ് കൊളോണിയൽ മൊറാലിറ്റി ആൻഡ് കൺസെപ്റ്റ്സ് ഓഫ് ഡ്രസ്. കൊളോണിയൽ മൊറാലിറ്റിയിൽ ഈ ഡ്രസ്സിങ്ങിന്റെ കോൺസെപ്റ്റ് എങ്ങനെയാണ്, അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് നമുക്ക് എഴുതാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ്. ദെൻ ഡിഫറൻസ് ബിറ്റ്വീൻ മസ്കുലിനിറ്റി ആൻഡ് ഫെമിനിറ്റി ഇൻ ഇന്ത്യൻ സോഷ്യൽ സിനോരിയോ, എന്താണ് സ്ത്രീത്വത്തെയും പുരുഷത്വത്തെയും ബന്ധിച്ച് അതിൻ്റെ ഡിഫറൻസസ് ഇന്ത്യൻ സോഷ്യൽ സിനോരിയോയിൽ അതിൻ്റെ ഡിഫറൻസസ് എന്തൊക്കെയാണ്, അതൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതേ സെയിം ടൈപ്പിൽ വേറൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. മസ്കുലിനിറ്റി എക്സിസ്റ്റഡ് ഇൻ കേരള, പുരുഷത്വം കേരളത്തിന് എങ്ങനെയാണ് എക്സിസ്റ്റ് ചെയ്തത് എന്നുള്ള കാര്യങ്ങളുണ്ട്. അത് അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. ഞാനൊരു ഫെമിനിസ്റ്റ് ചിന്താഗതിക്കാരിയാണെന്ന് ആരും വിചാരിക്കരുത്. എൻ്റെ പറച്ചിൽ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ഫെമിനിസ്റ്റും അല്ല, എന്നാൽ ഞാൻ ഒരു ജനറൽ ആയിട്ട് നിൽക്കുന്ന കൂട്ടത്തിലാണ്. ഓക്കെ, ഉള്ള കാര്യം പറയണമെന്നാണ് എന്നെ പഠിപ്പിച്ചിട്ടുള്ളതും എൻ്റെ ഒരു ചിന്താഗതിയും എൻ്റെ ഒരു മെൻറ്റാലിറ്റി അങ്ങനെ തന്നെയാണ്. ഓക്കെ, ദ റോൾ ഓഫ് പാട്രിയാർക്കി ഇൻ ഡിറ്റർമൈനിങ് വുമൺ ഫ്രം സോഷ്യോ റിലീജിയസ് ഫങ്ഷൻസ്. എന്താണ് പാട്രിയാർക്കിയിലൂടെ സോഷ്യൽ റിലീജിയസ് ഫങ്ഷൻസിൽ പാട്രിയാർക്കിക്കുള്ള റോൾ എന്താണ്, സ്ത്രീകളെ ഇതിൽ നിന്ന് മാറ്റി നിർത്തുന്ന പാട്രിയാർക്കിക്കൽ സിസ്റ്റം എന്താണ്, അതിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്. ദെൻ അതുപോലെ തന്നെ എമർജൻസ് ഓഫ് പാട്രിയാർക്കി ഇൻ ലേറ്റർ വേദിക് പീരീഡ്, ലേറ്റർ വേദിക് പീരീഡിൽ എങ്ങനെയാണ് ഈ പാട്രിയാർക്കി എക്സിസ്റ്റ് ആയത് അല്ലെങ്കിൽ എമേർജ് ചെയ്തത് എന്നുള്ള കാര്യവും മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. ദെൻ സോഷ്യൽ ഹെജിമണി ഓവർ ബയോളജിക്കൽ ഡിഫറൻസസിന്റെ മുകളിലുള്ള സോഷ്യൽ ഇതാണ്. ദെൻ 5A ഫെമിനിസം, അതിന്റെ ക്യാരക്ടറിസ്റ്റിക് വായിൽ വാക്കുകളും വരുന്നില്ല, ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ്. ഓക്കെ, 5A ഫെമിനിസവും അതിൻ്റെ പ്രത്യേകതകളും അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് ഒരേ. ഓക്കെ, എഡ്യൂക്കേഷണൽ പ്രൊജക്ട്സ് ഓഫ് ഇന്ത്യ ആൻഡ് ഇറ്റ്സ് ഇമ്പാക്ട് ഓൺ ഇന്ത്യൻ വുമൺ. ഓക്കെ, ഇന്ത്യയിൽ ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ള എഡ്യൂക്കേഷണൽ വിദ്യാഭ്യാസപരമായിട്ട് കൊണ്ടുവന്നിട്ടുള്ള പ്രോജക്റ്റുകൾ ഏതൊക്കെയാണ്, അതിൻ്റെ ഇമ്പാക്റ്റ് ഇന്ത്യൻ വുമൺസിൽ കൊണ്ടുവന്നിട്ടുള്ള ഇമ്പാക്റ്റ് എന്തൊക്കെയാണ് അല്ലേ. അതിൽ നമുക്ക് പറയാൻ പറ്റും ഈ എഡ്യൂക്കേഷണൽ റൈറ്റ്, വിദ്യാഭ്യാസം ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് ആയിട്ട് കൊണ്ടുവന്നതിന് ശേഷമാണ് 5 മുതൽ 16 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് എന്താണ് സൗജന്യവും നിർബന്ധിതമായിട്ടുള്ള വിദ്യാഭ്യാസമൊക്കെ കൊടുക്കാൻ തുടങ്ങിയതിന് പിന്നെയാണ് ഒരു വിഭാഗത്തിൽ പൈസ ഇല്ലാന്ന് പറഞ്ഞ പെൺകുട്ടികളെ വീട്ടിൽ വെച്ചിട്ട് ആൺകുട്ടികളെ പഠിക്കാൻ വിടുമായിരുന്നു. ഇപ്പോഴത്തെ അവസ്ഥ എന്താ, ഒരുപാട് ആൺകുട്ടികളും പെൺകുട്ടികളും ഉള്ള വീടുകളാണ് എങ്കിലും പെൺകുട്ടികളുള്ള വീടുകളിലെ കുടുംബങ്ങളാണ് ഭൂരിഭാഗവും രക്ഷപ്പെടുക. അവർ പുറത്തു പോയ പെൺകുട്ടികളെ വിവാഹം കഴിക്കാൻ വേണ്ടി ഒരുപാട് ആൺകുട്ടികൾ ജീവിക്കുന്നത്. ഞാൻ കുറ്റം പറഞ്ഞതല്ല, പണ്ടത്തെ കാലഘട്ടത്തിൽ നിന്നൊരു മാറ്റം വന്ന ഒരവസ്ഥയെക്കുറിച്ച് ഞാൻ പറഞ്ഞതാണ്. പണ്ടത്തെ കാലത്ത് പെൺകുട്ടികൾ എന്താ പുറത്തു പോകാൻ പാടില്ല, ആൾക്കാർ വീട്ടിൽ വരുമ്പോൾ പുറത്തിറങ്ങി നിൽക്കാൻ പാടില്ല, ആൾക്കാർ വീട്ടിൽ മുതിർന്നവർ സംസാരിക്കുമ്പോൾ പെൺകുട്ടികൾ സംസാരിക്കാൻ പാടില്ല, പെൺകുട്ടികളെ അവിടെ കൺവെട്ടത്ത് പോലും കാണാൻ പാടില്ല. പക്ഷേ ഇപ്പോഴൊരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പെൺകുട്ടികൾ തിണ്ണയിലിരിക്കാൻ പാടില്ല അല്ലേ, സിറ്റ് ഔട്ടിൽ, ഞങ്ങളുടെയൊക്കെ നാട്ടിൽ തിണ്ണാന്നാണ് പറയുന്നത്, നിങ്ങളവിടെ എന്താ പറയുക എന്നറിയത്തില്ല, സിറ്റ് ഔട്ടിൽ ഇരിക്കാൻ പാടില്ല. ദെൻ എന്താ
നടക്കല്ലേൽ ഇരിക്കരുത് എന്നൊക്കെ പറയുന്നത് കേൾക്കാം. മുതിർന്നവരുള്ളപ്പോൾ സ്ത്രീകൾ ആ ഉമ്മറത്തേ ഇരിക്കാൻ പാടില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഞാൻ അങ്ങനെയുള്ള വീടുകളിലൊക്കെ കണ്ടിട്ടുണ്ട്. വീടുകളിലെ സ്ത്രീകളെ കുറിച്ച് മീൻസ് അവരെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. എന്താ നിങ്ങളെ പുറത്തുനിന്ന് കാണുന്നത്, അയ്യോ അവിടെ ഇരിക്കാൻ പാടില്ല, അപ്പച്ചൻ കണ്ടാൽ വഴക്ക് പറയും എന്നുള്ള ഒരു ചിന്താഗതിയൊക്കെയാണ്. ഓക്കെ, ദെൻ അടുത്തതാണ് ഇമ്പോർട്ടൻസ് ഓഫ് ജെൻഡർ ഐഡന്റിറ്റി ഓൺ ദ പ്രസന്റ് വേൾഡ് സിനറിയോ. എന്താണ് പ്രസന്റ് വേൾഡ് സിനറിയോയിൽ ജെൻഡർ ഐഡന്റിറ്റിയുടെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്? ദെൻ തേർഡ് ജെൻഡർ കോൺസെപ്റ്റ് ഓഫ് സെക്ഷ്വാലിറ്റി. സെക്ഷ്വാലിറ്റിയിൽ തേർഡ് ജെൻഡർ കോൺസെപ്റ്റ് എന്താണ്? ഈ ഫസ്റ്റ് ജെൻഡർ, സെക്കൻഡ് ജെൻഡർ, തേർഡ് ജെൻഡറിനെ കുറിച്ചൊക്കെ നമുക്ക് പഠിക്കുവാനുള്ളതാണ് കേട്ടോ. റോൾ ഓഫ് വുമൺ ഇൻ പ്രസന്റ് സോഷ്യൽ പൊളിറ്റിക്കൽ സിറ്റുവേഷൻസ്. സ്ത്രീകൾക്ക് പ്രസന്റ്ലി സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ സിറ്റുവേഷൻസിൽ അവരുടെ റോൾ എന്താണ്? ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ഒരു ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻസിൽ വന്നിരിക്കുന്നത്. ഇനിയുള്ളതാണ് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ്. ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസിൽ റിപ്പീറ്റഡ് ആയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് പാട്രിയാർക്കി. എന്താണ് പാട്രിയാർക്കി? പാട്രിയാർക്കിനെ ഡിഫൈൻ ചെയ്യാനും പാട്രിയാർക്കി എന്ത് എന്ന് ചോദിച്ചിട്ടുണ്ട്. ദെൻ ക്രിയേഷൻ ഓഫ് പാട്രിയാർക്കി. പാട്രിയാർക്കിയുടെ ക്രിയേഷൻ എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സെക്കൻഡ് സെക്സ് റിപ്പീറ്റഡ് ആയിട്ട് 3 തവണ ചോദിച്ചിട്ടുള്ളതാണ്. മെയിൽ പ്രോസ്റ്റിറ്റ്യൂഷൻ സെയിം റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. ജെൻഡർ ഇൻഈക്വാലിറ്റി എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ദെൻ സോഷ്യൽ ഇൻഈക്വാലിറ്റീസ് ഓൺ ജെൻഡർ ബേസിസ്. ജെൻഡർ ബേസിസിൽ ഉള്ള സോഷ്യൽ ഇൻഈക്വാലിറ്റീസ് ഷോർട്ട് എസ്സേയിലും ചോദിച്ചിട്ടുണ്ട്, എസ്സേയിലും ചോദിച്ചിട്ടുണ്ട്. ദെൻ സതി പണ്ടുകാലത്ത് നിലനിന്നിരുന്ന ഒരു ഈവിൽ പ്രാക്ടീസ് ആയിരുന്നു അല്ലെ, ദുരാചാരമായിരുന്നു സതി. അത് നിർത്തലാക്കിയത് രാജാറാം മോഹൻ റോയുടെ പ്രവർത്തന ഫലമായിട്ടാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത് ചോദിക്കുമ്പോൾ അതൊക്കെ പറയാൻ 1829 ഇത് നിർത്തലാക്കി എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറയാൻ സാധിക്കണം കേട്ടോ. ഓക്കെ, ദെൻ വിൻഡിക്കേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് വുമൺ. ദെൻ ഡിഫൈൻ മോഡേണിറ്റി, ട്രാൻസ്ജെൻഡർ. ഇങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞു. കുറച്ച് ടേമുകൾ വരും. മോഡേണിറ്റി, ട്രാൻസ്ജെൻഡർ, പോളിഗാമി, അങ്ങനെയുള്ള കുറച്ച് ടേമുകളൊക്കെ ഡിഫൈൻ ചെയ്യാൻ പറയും. അപ്പം അതെന്താണ് എന്ന് നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കും. ദെൻ അബല ടേം, അബല എന്താണ് പറയുന്നത്? പോളിഗാമി ഞാൻ പറഞ്ഞു. ചാസ്റ്റിറ്റി ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ ചാസ്റ്റിറ്റി. വുമൺ ആൻഡ് ജെൻഡർ സ്റ്റഡീസ്, സ്ത്രീകളും ജെൻഡർ സ്റ്റഡീസും തമ്മിലുള്ള ഒരു കണക്ഷൻ എന്താണ്? ദ ആക്ട് ഓഫ് 1956, 1956 ആക്ട് എന്താണ് പറയുന്നത്? ബ്രഹ്മവിവാഹ എന്താണ്? ഗാർഗി എന്ന കൺസെപ്റ്റ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? വില്യം ജോൺസ്. ആരായിരുന്നു വില്യം ജോൺസ്? ദെൻ ഡീമെറിറ്റ്സ് ഓഫ് ചൈൽഡ് മാരേജ്. ചൈൽഡ് മാരേജിന്റെ ഡീമെറിറ്റ്സ് എന്തൊക്കെയാണ്? ഇപ്പം ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസിൽ ഇങ്ങനെയുള്ള കുറച്ച് സതി, ചൈൽഡ് മാരേജ്, ദെൻ അതുപോലെ തന്നെ ചൈൽഡ് ലേബർ, ഇങ്ങനെയുള്ള കുറച്ച് ഇവൽ പ്രാക്ടീസസുകളെ കുറിച്ച് ചോദിച്ചേക്കാം. അതൊന്ന് ജസ്റ്റ് നോക്കി വെക്കുക. ഇത്രയുമാണ് നമുക്ക് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ്. ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു സന്തോഷമാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമുക്കൊരു വലിയ കുഴപ്പമില്ലാതെ നിങ്ങൾക്ക് എഴുതാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസം വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതിനെ ബേസ് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ, നമ്മൾ ഇനി പഠിക്കുവാൻ. ഓക്കെ, അപ്പം എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. ഓക്കെ, താങ്ക് യു.